സുഹൃത്തുക്കളെ ജവാദാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായ ആമിയൂർ കിഴക്കേക്കരയിലാണ്. ഞങ്ങൾ ഹോൾഡ് ഹാർബർ എന്ന ക്ലബിൻ്റെ വക ഒരു ഒമ്പം സമൂഹ നോമ്പ് തുറയുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, നമ്മളെ ഹോൾഡ് ഹാർബറിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മളെ മെയിനായിട്ടുള്ള ആൾ സംസുഖയാണ്. അപ്പോൾ സംസുഖ നമ്മൾ ഇഫ്താർ മീറ്റിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കും. സംസുഖ പറയാം, എന്താണ് നമ്മൾ ഇഫ്താർ മീറ്റ്, എങ്ങനെയാണ്, എവിടുന്ന് നമുക്ക് അതിനുള്ള ഫണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന്. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ നാലാമതാണിപ്പോൾ ഇവിടെ നോമ്പ് തുറ നടത്തുന്നത്. നമ്മളുടെ നെടുംതൂണുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി കൂട്ടായ്മകളും പ്രവാസികളുമാണ് നമ്മൾ ഈ നോമ്പ് തുറക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുന്നതും അവരാണ് ഇതിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നതും. ഞാനല്ല, ഇതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരവിടെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാം, ഒരു നോമ്പ് തുറയാണ്. 4 വർഷമായി ഞങ്ങൾ ഒരുപോലെ ഒരു മനസ്സോടെ ഒരു മെയ്യോടെ ഞങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു നോമ്പ് തുറയാണ്. അപ്പോൾ ഇത് ഇനിയും അടുത്ത വർഷങ്ങളിലും ഇതിലും വിപുലമായി നടത്താൻ ഞങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് അടുത്ത മുജീബ് സംസാരിക്കും. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. 4ാം തവണയാണ് കിഴക്കേക്കര ഇത്തരത്തിലുള്ള ഒരു സമൂഹ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി തന്നെ നമുക്ക് ഇത്തരത്തിൽ നോമ്പ് തുറ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കിഴക്കേക്കരയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി നടത്തപ്പെടുന്ന ഒരു നോമ്പ് തുറയാണിത്. ഇതുവഴി കിഴക്കേക്കരയിലെ മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഇതിനകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ആളുകളൊക്കെ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. വരും കാലയളവിൽ അടുത്ത വർഷങ്ങളിൽ വളരെ ഗംഭീരമായി നമുക്ക് ഇനിയും തുടർന്ന് ഇത്തരത്തിലുള്ള നോമ്പ് തുറ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഹോൾഡ് ഹാർബറിൻ്റെ ഈ വർഷത്തെ നോമ്പ് തുറ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടക്കുകയാണ്. വരും വർഷങ്ങളിലും ഇതേ രീതിയിൽ നടത്തപ്പെടേണ്ടതുണ്ട്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ ഈ കിഴക്കേക്കരയിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നിട്ടുള്ളതാണ് ഈ ഒരു നോമ്പ് തുറ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ എല്ലാ ആളുകളും ഇവിടെ സംഘാടകരെന്നോ അല്ലെങ്കിൽ അതിഥികളെന്നൊന്നും ഇല്ലാതെ എല്ലാ ആളുകളും ഒരേ സമയം ഇതിൻ്റെ സംഘാടകരായിട്ടും അതേസമയം തന്നെ അതിഥികളായിട്ടും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നാട്ടിലെ ആളുകൾ തന്നെ പൈസ പിരിച്ച് ഒരേ സമയം ആ ഒരു ഫണ്ട് കണ്ടെത്തി ഒരുമിച്ചൊരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടായ്മ ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. എല്ലാ വർഷവും ഇതേ രൂപത്തിൽ ഈ കൂട്ടായ്മ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് വരിക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ കുട്ടൻ രണ്ടു വാക്ക് പറയും. കുട്ടൻ ഇഫ്താറിനെ പറ്റിയെന്ന് എന്താ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതിനെ പറ്റും പറയാനുള്ളത്. നമ്മളിപ്പോൾ എല്ലാ വർഷവും നടത്തി വരാറുള്ളതല്ല. ഇപ്പോൾ 4 വർഷത്തെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഇതേമാതിരി ഇനിയും നടത്താനുള്ളവർ എല്ലാവരും സന്മനസ് കാണിക്കുക, സഹായിക്കുക, സഹകരിക്കുക, ഇതൊക്കെ തന്നെ പറയാറുള്ളൂ. നന്ദി, നമസ്കാരം. അടുത്ത നമ്മൾ ഷഫീഖ് മൗലവി. നമ്മുടെ ഓൾഡ് ഹാർബറിൻ്റെ കീഴിൽ എല്ലാ കൊല്ലവും വളരെ വൃത്തിയായി കൊണ്ട് നടത്തി വരുന്ന സമൂഹ നോമ്പ് തുറയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഒരുമിച്ച് കൂടി ജാതി മതഭേദമന്യേ, ആ വാക്കുകൾക്ക് തന്നെ വലിയ പ്രസക്തിയുണ്ട്. പരസ്പരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആ ഒരു മമത കൈമാറിക്കൊണ്ട് പരസ്പരം സ്നേഹത്തോടെ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാ വർഷവും വളരെ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസയായിരിക്കും. നമ്മളെ ഈ കാണുന്ന പ്രവാസി സുഹൃത്തുക്കളാണ്. ഇവര് പ്രോഗ്രാമിനായിട്ട് വന്നതാണ്. അപ്പൊ സുഹേലെ രണ്ടു വാക്ക് പറഞ്ഞ നമ്മളെ ഇഫ്താറിനെ പറ്റിയിട്ട്. ഞങ്ങള് പ്രവാസി സുഹൃത്തുക്കളാണ്. 2-3 വർഷമായിട്ട് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല. ഞങ്ങളെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിൽ നടക്കുന്ന ഓരോ ഫംഗ്ഷനുകളും പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ കാശുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം എന്ന് പറ്റും. അതൊരു ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ നാട്ടിലെത്തി വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും കാണാനും ഒക്കെ പറ്റി. അപ്പോൾ ഈ നോമ്പ് തുറക്ക് എല്ലാവിധ ആശംസകളും.
നമ്മളെ MLA ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രോ നമ്മളെ ഇഫ്താർ മീറ്റിന് പറ്റിയ 2 വാക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിഴക്കേക്കരയിലെ ജനകീയ കൂട്ടായ്മ നടത്തുന്ന 4ാമത്തെ നോമ്പുതുറയാണ് ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഇഫ്താർ വിരുന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ നാട്ടിലും പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ജാതി മത വ്യത്യാസമന്യേ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇഫ്താർ നമുക്കറിയാം, നമ്മൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതാണ്. അപ്പോൾ ഒരു നാട്ടിലെ എല്ലാവരെയും അവരുടെ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ ഈ ഇഫ്താർ മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് ഈ ഭക്ഷണം കഴിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ കൂട്ടായ്മ മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ സ്ഥിരമായി ഇവിടെ ഇഫ്താർ നടത്തുകയാണ്. ഈ നോമ്പുതുറ ഇതിൽ ശ്രദ്ധേയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകളും, എല്ലാ പ്രായത്തിലുള്ള ആളുകളും, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായിരുന്നാലും ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഈ ചെറുപ്പക്കാരടക്കമുള്ള ഇവിടുത്തെ ജനകീയ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മളെ ബ്രോ ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് ഉണ്ട് നമ്മുടെ ഇഫ്താർ മീറ്റിൽ. അപ്പോൾ നമ്മൾ ഇഫ്താർ മീറ്റിനെ പറ്റി നീരജ് 2 വാക്ക് സംസാരിക്കും. കിഴക്കേക്കര എന്നും മാതൃകയായിട്ടുള്ളൊരു നാടാണ്. പല നിലയിലുള്ള കൂട്ടായ്മകളും ഇവിടെ നടന്നു വരാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് എല്ലാ കൂട്ടായ്മകളിലും നമ്മളെയും ഈ നാട് ക്ഷണിക്കാറുണ്ട്, ഇവിടെ എത്തിച്ചേരാൻ കഴിയാറുണ്ട്. ഇന്ന് 4ാമത്തെ വർഷമായി ഇവിടെ സംഘടിപ്പിക്കുന്ന ഇഫ്താർ മീറ്റ്, ഈ കിഴക്കേക്കരയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിക്കുന്ന ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. തുടർന്നും ഈ നാട് വളരെ മതസൗഹാർദ്ദപരമായി എല്ലാവരും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കും. താങ്ക് യു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഫീന സുക്കൂർ നമ്മുടെ കൂടെ നമ്മുടെ പ്രോഗ്രാം വന്നിട്ടുണ്ട് ഇഫ്താർ മീറ്റിൽ. അപ്പോൾ എന്താണ് നമ്മൾ ഇഫ്താർ മീറ്റിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. കഴിഞ്ഞ 4 വർഷമായി കിഴക്കേക്കരയിലെ യുവാക്കൾ നടത്തുന്ന ഇഫ്താർ മീറ്റ് വളരെ നല്ല ഭംഗിയോടുകൂടി തന്നെ ഇന്നിവിടെ സംഘടിപ്പിച്ചു. ഞങ്ങൾക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ അതിയായ സന്തോഷവും അറിയിക്കുകയാണ്. ഓക്കെ നമ്മുടെ നാട്ടിലെ ഇഫ്താർ മീറ്റിൽ നമ്മുടെ സ്വന്തം മെമ്പർ സുലൈഖാത്ത ഉണ്ട്. അപ്പോൾ സുലൈഖാത്ത നമ്മളെ ഇഫ്താർ മീറ്റിനെ പറ്റി 2 വാക്ക് സംസാരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ 4ാമത്തെ വർഷമാണ് നമ്മൾ കിഴക്കേക്കര ഭാഗത്ത് ഈ ഇഫ്താർ ഇരുന്ന് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിനുമീതെ എല്ലാവരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പെരുമാറുന്ന ഈ ഇഫ്താർ ഇരുന്ന് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മളെ ഇഫ്താർ മീറ്റിൽ നമ്മൾ പങ്കെടുക്കുന്ന സ്വന്തം നസറികയാണ്, നമ്മുടെ മഹല്ല് സെക്രട്ടറിയാണ്. നസറിക, എന്താണ് നമ്മളെ ഇഫ്താർ മീറ്റിനെ പറ്റി നിങ്ങൾ പറയാനുള്ളത്? വർഷങ്ങളായിട്ട് നമ്മളെ നാട്ടിലെ യുവാക്കൾ കൂട്ടായ്മ നടത്തി വരുന്നൊരു ഇഫ്താർ സംഘമാണ്. നാടിൻ്റെ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന വളരെ ഭംഗിയായിട്ട് വളരെ വലിയൊരു ഇഫ്താറാണ്. 1 വർഷത്തോളം കൊറോണ നടത്താൻ പറ്റിയില്ല. കൂടി പകരം ഈ വർഷം വളരെ വിപുലമായി നടത്താൻ കഴിഞ്ഞു. സംഘാടകർക്ക് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മളെ ഈ കൊച്ചു ഇഫ്താർ മീറ്റിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു റംസാനിൽ ഇതുപോലെ ഇതിനാട്ടിൽ കിടലിനായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇഫ്താർ മീറ്റിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.